നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. പാലാ നഗരസഭയിൽ UDF ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായി. 17 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന നിലപാടിൽ നിൽക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾക്ക് ജില്ലാ നേതൃത്വം വിപ്പ് നൽകിയെങ്കിലും 4 അംഗങ്ങൾ അത് ലംഘിച്ചു. 26 അംഗ കൗൺസിലിൽ ഭരണപക്ഷത്ത് 14 പ്രതിപക്ഷത്ത് 12 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ബലമായ സംശയം എന്നത് തിരുവനന്തപുരത്ത് അവിശ്വാസം കൊണ്ടുവരാൻ പറ്റാത്ത കാര്യം നമ്മുടെ കൊക്ക് ശബരിനാഥൻ പാലായിൽ പോയി അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രമസമാധാന നില തകർക്കാനും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായി കോൺഗ്രസ്. CJP പ്രതിഷേധത്തിന് നേർക്ക് ദില്ലി പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഗതാഗത സംവിധാനങ്ങളെയും പൂർണ്ണമായി തടസ്സപ്പെടുത്തിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെരുവിലിറങ്ങിയത്. പ്രധാനമന്ത്രി ഇന്ന് രാജിവെക്കണോ അതോ നാളെ രാജിവെച്ചാൽ മതിയോ? എങ്ങനെ രാജിവെക്കും? കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് BJP. കേരള ഹൈക്കോടതിയിൽ BJP സമർപ്പിച്ചിട്ടുള്ള ഹർജിയുടെ എല്ലാ വാദമുഖങ്ങളും സുപ്രീം കോടതി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. വഖഫ് ബോർഡ് രൂപീകരിക്കേണ്ടത് രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരമായിരിക്കണം എന്നാണ് BJPയുടെ നിലപാട്. നിയമം പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് ഹൈക്കോടതി വിധിയിലും വ്യക്തമാക്കിയിരിക്കുന്നത്. വഖഫിനെ WTF ആക്കുന്നത് വരെ വിശ്രമമില്ല എന്നാണ് ഷോൺ ജോർജ്. ദില്ലിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി നടൻ ടൊവിനോ തോമസ്. സമാധാനപരമായ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യേണ്ട രീതി തീർച്ചയായും ഇതല്ലെന്ന് ടൊവിനോ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ശരിയും തെറ്റും ആപേക്ഷികമായിരിക്കാമെങ്കിലും പക്ഷേ ഒരു സമാധാനപരമായ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യേണ്ട രീതി തീർച്ചയായും ഇതല്ല. രാജ്യത്തിൻ്റെ ഭാവി തലമുറ ശബ്ദമുയർത്തുമ്പോൾ അവരെ അടിച്ചമർത്തുന്ന സേനാ നീക്കം ഭാവിയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ജാതിമത ഭേദമന്യുള്ള ഇത്തരം പ്രവൃത്തികൾ ജാതിമത വിശ്വാസത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ചോർത്തിക്കളയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമരം ചെയ്ത വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നും അവർ ഏതെങ്കിലും തരത്തിലുള്ള പൊതുമുതൽ നശീകരണത്തിനോ ആക്രമണങ്ങൾക്കോ മുതിർന്നോ എന്നും ടൊവിനോ ചോദിക്കുന്നു. 118 പോലീസുകാർ പരിക്കേറ്റ് ആശുപത്രിയിലായതും 20 മേൽ പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടതും പൊതുമുതലല്ലാതെ നിന്റെ കീച്ചി പാപ്പയുടെ മുതലാണോ ടൊവിനോ മോനെ എന്നാണ് നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയായ മേദാന്തയിലേക്ക് മാറ്റുന്നതിൽ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു. വാങ്ചുക്കിനെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ വിസമ്മതിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ആഗ്മോ നൽകിയ അപ്പീൽ ഹർജി പരിഗണിക്കവെയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സർക്കാരിന്റെ ഈ പുതിയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിലും തങ്ങളുടെ വീടിന് മുന്നിൽ കിടക്കുന്ന നാറുന്ന മാലിന്യക്കൂമ്പാരം വേറെ ആരെങ്കിലും ഫ്രീ ആയി മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ്. ജീവിതം തകർത്തത് പിണറായി ആണെന്നും തനിക്കെതിരെയുള്ള വ്യാജ കേസുകൾ ഒഴിവാക്കുന്നതിന് മുഖ്യമന്ത്രി VD സതീശനെ കാണുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. പിണറായി വിജയൻ തനിക്കെതിരെ എടുത്തത് വ്യാജ കേസുകളാണ്. ഫോൺ പിടിച്ചു വെച്ച് രേഖകൾ വളച്ചൊടിച്ചു. പിണറായി വിജയനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും ഒരുതരം വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന ഡയലോഗ് ഉപേക്ഷിച്ച് ഉപദ്രവിക്കരുത് വയറ്റിപ്പിഴപ്പാണെന്ന ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മുടെ ഡബിൾ ചങ്കൻ. ഇപ്പോൾ മുൻ SFI നേതാവ് ജിയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച വിവാദ നടപടി പുനഃപരിശോധിക്കില്ലെന്ന് സർക്കാർ. ജിയോണയുടെ നിയമനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് കണ്ട് പരാതി നൽകിയെങ്കിലും മന്ത്രിസഭാ തീരുമാനം മാറ്റാനാകില്ലെന്ന കർശന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നു. KSU നേതാക്കളുടെ ആരോപണങ്ങളും തെളിവുകളും കേട്ട ശേഷമാണ് മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പുള്ളി മുൻ KSUകാരനായോണ്ട് പുള്ളിക്കറിയാം രാമന്മാർ നാക്കെടുത്ത കുത്തിത്തിരപ്പേ പറയുള്ളൂ. പശ്ചിമ ബംഗാളിൽ BJPക്കെതിരെ പ്രതിപക്ഷ ഐക്യ ആഹ്വാനവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി. ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് BJPക്കെതിരെ ഒന്നിക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് വിട്ടവരെ വഞ്ചകരെന്ന് വിശേഷിപ്പിച്ച മമത പാർട്ടി വിട്ടവരെ ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്നും വ്യക്തമാക്കി. കൊൽക്കത്തയിൽ നടന്ന രക്തസാക്ഷി ദിന റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. തിരിച്ചെടുക്കാൻ വേണ്ടി പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി തന്നാലും വരില്ല എന്ന് പാർട്ടി വിട്ടവരും പറഞ്ഞു. നാട്ടുകാരുടെ ചീമുട്ടയേറ് അത്ര സുഖമുള്ള പരിപാടിയല്ലത്രേ.
ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ മാറ്റിവെക്കണമെന്ന് ഭാരത സർക്കാർ അഭ്യർത്ഥിച്ചു. നിലവിൽ ഇറാനിലുള്ള ഭാരതീയർ ജാഗ്രത പാലിക്കാനും പ്രാദേശിക അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും ടെഹ്റാനിലെ ഭാരത എംബസിയുമായി അടുത്ത ബന്ധം പുലർത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഉപദേശം. ഇറാനിലുടനീളം സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. സുരക്ഷാ സ്ഥിതി പ്രവചനാതീതമായി തുടരുകയാണ്. ഇത് ഗതാഗതം, ആശയവിനിമയം, അവശ്യ സേവനങ്ങൾ എന്നിവയെ ബാധിക്കാം. ഔദ്യോഗിക അറിയിപ്പുകൾ പതിവായി നിരീക്ഷിക്കാനും എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും പൗരന്മാരോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വളരെ അത്യാവശ്യമായിട്ട് കേരളത്തിലെ സകല ഇറാൻ സന്തതികളെയും പൊതിഞ്ഞു കെട്ടി അങ്ങോട്ടേക്ക് കൊടുത്തുവിടാൻ പ്രത്യേക വിമാനങ്ങൾ ഏർപ്പാടാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ലേഖന വിവാദത്തിൽ CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ നടപടി. നാടക കലാകാരനായ വിജയകുമാറിനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന ഫീച്ചർ വാരാന്ത്യ പതിപ്പിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് വിവാദമായതോടെ അതിൻ്റെ ചുമതലക്കാരനായ ന്യൂസ് എഡിറ്റർ KR അജയനെ തലസ്ഥാനത്ത് നിന്നും മാറ്റി. പകരം ചുമതല T ചന്ദ്രമോഹന് നൽകി. തിങ്കളാഴ്ച രാവിലെ ജോലിക്കെത്തിയപ്പോൾ അജയൻ്റെ ഓഫീസ് മുറി പൂട്ടിയിട്ട നിലയിലായിരുന്നു. തുടർന്ന് പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്ന് കാട്ടി റെസിഡന്റ് എഡിറ്റർ M സുരാജ് KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തിങ്കളാഴ്ച തന്നെ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസിന് അജയൻ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് വിവരം. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലൂടെ കാരണഭൂതത്തിന്റെ നേരത്തെ നാട്ടുകാർ അറിയിച്ചതിനാണ് നടപടി. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.